നമ്മുടെ കാലം ഡിജിറ്റലായി മാറിയിരിക്കുന്നു. ഒരൊറ്റ ഫോണിൽ ലോകം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, ചികിത്സ, ദാനങ്ങൾ എല്ലാം ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ. പക്ഷേ ഈ സൗകര്യങ്ങൾക്കൊപ്പം ഒളിഞ്ഞിരിക്കുന്ന ചില അപകടങ്ങൾ. അറിയാത്തവരിൽ നിന്നുള്ള ഫ്രണ്ട് റിക്വസ്റ്റുകൾ, ആകർഷകമായ സന്ദേശങ്ങൾ, അല്ലെങ്കിൽ പണം ലഭിക്കും, ഗെയിം പോയിന്റ് കിട്ടും എന്ന പേരിലുള്ള ലിങ്കുകൾ. ഇവയൊക്കെ പലപ്പോഴും വഞ്ചനയുടെ വാതിൽക്കൽപ്പാടാണ്. നമ്മുടെ പ്രൊഫൈലും ചിത്രങ്ങളും വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും ഒരിക്കലും അന്യരുമായി പങ്കിടരുത്. ഓൺലൈനിൽ കാണുന്ന ഓരോ സൗഹൃദവുമല്ല യാഥാർത്ഥ്യം. അതിനാൽ പരിചയമില്ലാത്ത പ്രൊഫൈലുകൾ സ്വീകരിക്കുമ്പോൾ രണ്ടു തവണ ചിന്തിക്കുക. അവരുടെ വാക്കുകൾ സത്യമായിരിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് നഷ്ടമാകാൻ മതിയാകുന്നത്ര മതിഭ്രമമുണ്ടാക്കും. പക്ഷേ അതിനൊപ്പം ഓർക്കുക, സൈബർ ലോകം മുഴുവൻ അപകടമല്ല. അതിനെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ, അതായത് പഠനത്തിനും അറിവിനും സേവനത്തിനും മനുഷ്യസ്നേഹത്തിനും ഉപയോഗിക്കുമ്പോൾ, ഇതാണ് കാലത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഓൺലൈനിൽ ചെയ്യാവുന്ന നന്മകൾ അനവധിയാണ്. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ സഹായം നൽകാം, ഒരു രോഗിക്ക് ചികിത്സ ഫണ്ട് കണ്ടെത്താം, ഒരു കുടുംബത്തിന് കരുതലിന്റെ കൈത്താങ്ങാകാം. അതുകൊണ്ട് മാമലനാട് സെൽഫ് ഹെൽപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു, സൈബർ ലോകം ഉപയോഗിക്കൂ, പക്ഷേ ജാഗ്രതയോടെ. സംശയം തോന്നിയാൽ മിണ്ടാതിരിക്കാൻ പാടില്ല. ഉടൻ തന്നെ 1930 സൈബർ ഹെൽപ്പ് ലൈൻ വിളിക്കൂ. ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ, പക്ഷേ അത് നമ്മെ നിയന്ത്രിക്കാതിരിക്കാൻ നാം തന്നെ കരുതണം. മാമലനാട് സെൽഫ് ഹെൽപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്, നന്മയും ജാഗ്രതയും ഒരുമിച്ച് വളർത്തുന്ന കൈത്താങ്ങ്. ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം, പക്ഷേ അത് നമ്മളെ നിയന്ത്രിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പാക്കണം. മാമലനാട് സെൽഫ് ഹെൽപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ്.